ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പച്ചമീൻ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു മക്കാമ് സിയാറത്തിന് പോകാൻ കേട്ടോ. ഇത് പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര, പുതുക്കോട്, പുത്തിരിപ്പാടം പള്ളി മക്കാമാണ് കേട്ടോ. നമ്മളിത് വണ്ടി പുറത്ത് നിർത്തി, വണ്ടി പള്ളിയുടെ താഴത്തേക്ക് ഇറങ്ങി പോകട്ടോ. പക്ഷേ നമ്മൾ വലിയ വണ്ടി ആയാലും ആ ഗേറ്റിന് പുറത്ത് നിർത്തിയിരിക്കുകയാണ്, റോഡ് സൈഡിൽ നിർത്തിയിരിക്കുകയാണ്. ഞങ്ങളൊരു 10-20 ആൾക്കാരുണ്ട്, 4-5 ഫാമിലി കേട്ടോ പോന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങിച്ചാൽ ഈ വലിയൊരു കാടിൻ്റെ നടുവിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അവിടെ മരിച്ചവരൊക്കെ ഖബർസ്ഥാനാണ്, ഖബറടക്കുന്ന സ്ഥലമാണ്. ഈ കാട്ടിൽ തന്നെയാണ് ഖബർസ്ഥാനുള്ളത്. അപ്പോൾ നമ്മളിത് ഈ വഴി നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി ചെന്നാൽ കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഈ കാടൊക്കെ കഴിഞ്ഞ് ഇതിലെ നേരെ താഴോട്ട് പോവുക. അപ്പോൾ താഴോട്ട് കുറച്ച് കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പള്ളി നിൽക്കുന്ന ഒരു ഏരിയയിലേക്ക് എത്തും നമ്മൾ കേട്ടോ. അത് കാണുന്നതാണ് പള്ളി. ഈ ഓടിട്ട് കാണുന്നതാണ് കേട്ടോ അവിടുത്തെ പുത്തിരിപ്പാടം പള്ളി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ പള്ളി നമ്മൾ പള്ളിയുടെ അവിടെ എത്തി. ഈ പള്ളിയുടെ അവിടെ സൈഡിലേക്കാണ് മക്കാമുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഇവിടുന്ന് ഈ സൈഡിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ പാടാണ്. ആ പാടത്താണ് ഇവിടുത്തെ നേർച്ചയൊക്കെ നടക്കുന്നത് കേട്ടോ. ഇവിടെ വലിയൊരു നേർച്ച നടക്കുന്നത്, എല്ലാ കൊല്ലം നടക്കുന്ന പുത്തിരിപ്പാടം നേർച്ച എന്നാണ്. ഒരുപാട് ആനകളും വാദ്യമേളങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്ന, കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും അതുപോലെ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ആൾക്കാർ ഇവിടെ നേർച്ചയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഇതിൽ പള്ളിയുടെ സൈഡിൽ കൂടി തന്നെ കാണുന്ന വഴി തന്നെയാണ് മക്കാമിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയത് രാവിലെയാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ സിയാറത്തിന് വന്നിട്ടുണ്ട്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അല്ലാണ്ട് വിവിധ മതത്തിൽപ്പെട്ടവരുണ്ട്, ജാതി മതത്തിൽപ്പെട്ടവരുണ്ട്. മുസ്ലിംസ് മാത്രമല്ല കേട്ടോ, മറ്റ് ഹിന്ദു മതങ്ങളും മറ്റ് മതത്തിൽപ്പെട്ടവരൊക്കെ ഈ പള്ളിയിലേക്ക് വരാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും വിശ്വാസം ഓരോരുത്തരുടെ മനസ്സിനനുസരിച്ചായിരിക്കും. അപ്പോൾ വിശ്വാസമുള്ളവരുണ്ടാവും, വിശ്വാസമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഈ കാണുന്നതാണ് പുത്തിരിപ്പാടം മക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിതവിടെ പുറത്ത് പൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കാലൊക്കെ കഴുകി ഉള്ളിലോട്ട് കയറി സ്ത്രീകൾക്ക് റൈറ്റ് സൈഡിൽ കൂടി, ലെഫ്റ്റ് സൈഡിൽ പുരുഷന്മാർക്കാണ് വഴിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളോട് കാലൊക്കെ വൃത്തിയാക്കി നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാം നമുക്ക് കേട്ടോ. അവിടെ ഒരു ഉസ്താദൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്ന ഉസ്താദാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി മക്കാമ്. ഇവിടുത്തെ ഈ പുത്തിരിപ്പാടം പള്ളിയിലെ മഹാനായ ഔലിയ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കബറയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ കയറി ഉള്ളിൽ കയറി മക്കബറയിൽ അടുത്ത് ചെന്ന് സിയാറത്തൊക്കെ ചെയ്തു. സിയാറത്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഞാൻ ഇവിടെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് മുൻപ് ഇവിടെ ഞാൻ എല്ലാ കൊല്ലം ഇവിടുത്തെ നേർച്ചയ്ക്ക് വരാറുണ്ട്. നേർച്ചയ്ക്ക് വരുമ്പോഴൊക്കെ ഞാൻ എല്ലാ കൊല്ലം ഇവിടെ ഈ മക്കബറയിൽ കയറി സിയാറത്ത് ചെയ്യാറുണ്ട്, ഈ മക്കാമിൽ കയറി. അപ്പോൾ എന്നാണ് ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകുന്നത് ആദ്യമായിട്ടാണ് മാത്രം. അങ്ങനെ അവിടെ നിന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും മേലോട്ടുള്ള വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കയറ്റം കയറി പോകണം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ പച്ചമീൻ വ്ളോഗ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.